സോ ഗൈസ്, അപ്പോ ഇന്ന് നമ്മളെ വിത്തുമി പറഞ്ഞ റീലിന്റെ ഷൂട്ട് തുടങ്ങുകയാണ്. നമ്മൾ നിൽക്കണ വീഡിയോ എടുത്തെടുത്തലാണ്. ഇവിടെ നിന്നാണ് എടുക്കാൻ കരുതണത്. ഇതിനൊക്കെ ചെറിയൊരു പണിട്ടി അപ്പുറത്താണ് കരുതിയത്. അവിടെ കല്യാണം വെച്ച് അവിടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചൊറട്ടി. ഇവിടെയും വീടെടുക്കാൻ ചെറിയൊരു പണി ഉണ്ട്. ഏതായാലും നോക്കട്ടെ. സ്റ്റെപ്പ് കയറി വരാന്നല്ലേ, മാറ്റി നേരാക്കേണ്ടി വരും. ചെറിയ ചെറിയ മാറ്റങ്ങൾ എത്തി. അതായത് ഒരു മുമ്പ് ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരിക. അത് കാണിച്ചാ ഹീറോയിൻ സാറേ ജോസഫ്. ടിസ്റ്റൊക്കെ ഇപ്പൊ തന്നെ പറയാ. വ്ലോഗ് ഇത് കഴിഞ്ഞിട്ട് ഇടും. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വ്ലോഗ് ഇടും. അപ്പൊ ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്നാ ഷൂട്ട് തുടങ്ങാം. അനിയേ അതിന്റെ ഉള്ളിലേക്ക് അനിയേ നജാത്ത് കോളേജിന്റെ പുതുമാരൻ. അല്ല ഇവിടുന്ന് ഷോട്ട് എങ്ങനെ വെക്കണത്? ഫ്രണ്ട് ഷോട്ടോ വേറെ ഫ്രണ്ട് ഷോട്ടോ? ഡയറക്ടർ ഇവിടെ അടുത്ത് തന്നെയാണ്. അത് പെട്ടെന്ന് പോരുമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് അവിടെ എന്താ പൂ പിടിച്ചു, റോസാപ്പൂ പിടിച്ചു പോലെ പൂക്കി ക്യാമറമാനെ റെഡിയാക്കണം. നായികക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്റെ പിള്ളേർ, വിശ്വാസം. അത്രേ ഉള്ളൂ. അതൊക്കെ അത്ര എത്ര റിസ്കി പരമായ ഷോട്ടുകളാണ് അവിടെ ഇരിക്കുന്നത്. ഒരാടെന്തൊക്കെയോ പറയുന്നുണ്ട്. ഗൈസ്, ഓൻ ചത്തു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങട്ടത് പാവം ഓളവിടുക്കെത്തി. ഊളുമണ്ടി അങ്ങോട്ടോ കാണി. തൊള്ളപടായി മാത്രം പൊട്ടിച്ചണ വീഡിയോ വ്ളോഗ്. ഇതാര വ്ളോഗാണ്? ഇച്ചനടക്ക ഒരു സംശയം ഉണ്ട്. ചെക്കൻ പറയട്ടെ. ഷൂട്ട് നമ്പർ 2, നെക്സ്റ്റ് ഡയലോഗ് വിത്ത് പുതുമാരൻ മിസ് പുതുമാരി. അതായത് ഈറടിച്ച് മണ്ടുകയാണ്. ഈറടിച്ച് മണ്ടി കരിഞ്ഞ വെയിലത്ത്. ഓനെ പറ്റി കുറ്റം പറയാ, ഇച്ച് പറ്റണില്ല. അതെന്താണ്? ഓ, ഏട്ടന്റെ സ്നേഹം. ഫാസിലിനെ കുറവായിക്കണുണ്ട്. വെയിലുണ്ടോ? ഇല്ലല്ലോ. സൺസ്ക്രീം ഇല്ല, ഇട്ടിട്ടില്ലേ? അതെന്തേ ഇടേന്? ഞാൻ അറിഞ്ഞു മുട്ട വീഴത്തപ്പം ചതിച്ചു. നായികനെ ഒറ്റക്കാക്കി. നായിക ഡിപ്രഷനിലായി നായിക. ഇവള് പാവോന്റെ അടുത്തേക്ക് തന്നെ പോവാ. സങ്കട കാഴ്ച. പിന്നെ ആ ഒരു എക്സ്പ്ലോർട്ടിന്റെ ഒരു സ്വഭാവം എന്തൊക്കെയാ പറയുന്നുണ്ട്.
നമുക്കൊന്നും പറ്റുന്നില്ല. ടാൻ, 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 ടാൻ. ടാൻ, ടാൻ, ടാൻ. കാണില്ല. അല്ല ഇങ്ങോട്ട് എടുത്തു ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കല്ലേ അടുത്ത് അതൊരു ഗ്യാപ്പിലിട്ട് ഇങ്ങനെ വരണം. അതൊരു ഫേസ് അതൊന്നൊരു ആംഗിൾ എടുക്കണം. നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് മനസ്സിലാവും. ഒന്നും എടുക്കുന്നു തിരിഞ്ഞിക്ക് അതിന് നടന്നു മെല്ലെ പതുക്കെ ഒപ്പം നടന്നിട്ട് ഇവിടുന്ന് ഇവിടുക്ക് ഒപ്പം നടന്നു പോകണം. അവര് ഇതിൽ നടന്നു പോയിക്കും. അപ്പൊ ഞാൻ നിന്നാണ്ട് വർത്താനം വന്നു. 3, 2, 1 സ്റ്റാർട്ട്. അല്ലടി കനത്ത ചൂട് കാരണം ഫോണ് ചൂടായി. റെസ്റ്റ് എടുക്കണം. ഇത് വ്ളോഗർ വൻ സീനാട്ടോ. ഇത് ഇച്ചൊന്നും പറയാൻ പറ്റില്ല. ഷിഫ്റ്റ് അടിച്ചു. ചാനലിന്റെ പേര് മാറ്റിക്കളാ. ബിസിനസ് ഡീൽസിലാണ്. സംന സ്റ്റോറീസ് നടക്കണത്. ഇത് നടക്കും. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോ വോയിസ് ഓവർ അടക്കം കിട്ടി. ഞാൻ ഇപ്പൊ ബിസിയാണ്. അവിടെ ഒന്നും ഉണ്ടാതെ ബിസി പിന്നല്ലേ ഫോൺ ചൂടായി. ഞാൻ നമ്മളെ ലൊക്കേഷൻ അവിടെ ഭയങ്കര വെയിലാ. ഭയങ്കര വെയില്. ഈ വെയിലേ ഇല്ല. അമ്മായി വെയിലത്ത് എങ്ങനെ നിക്കും കണ്ടോ? വെറുതെ വെയിലുള്ളാണ്. ഈ എഫേർട്ടിന് എല്ലാവർക്കും എന്താണ് പറയാനുള്ളത്? ഈ എഫേർട്ടിന് ഡയലോഗ് കിട്ടണമെന്നില്ല. ഫോട്ടോന്നും കാണുന്നില്ല. എന്നാലേ ഇവളത് പറഞ്ഞ് ഓടിക്കോട്ടെ. അത് തന്നെ അല്ലേ. എന്താ വെച്ചാല് പൂവ് എന്റെ കയ്യിലാണ്. എന്താ വെച്ചാൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സാധനം കളറ് കാണില്ല. കണ്ട് റിയലൈസ് ആയിട്ട് നോക്കുമ്പോ എന്റെ കജ്ജില് ഞാൻ അത് കൊടുത്തതാണ്. എന്റെ കജ്ജിൽ തന്നെ ഉണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ഇടക്കിടക്കിനെ കൂടുന്നുണ്ട് ഇതേപോലെ. അപ്പൊ എനിക്ക് സംശയം ഞാൻ അവിടെ ഉണ്ടോ കണ്ട് ഇവിടെ തന്നെ ഉണ്ടോ നോക്കാൻ വന്നതാണ്. എന്റെ പെരിയിൽ കാണാൻ. അപ്പൊ ഞാൻ തെരഞ്ഞു വരുന്ന പോലത്തെ ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കരഞ്ഞിരിക്കുമ്പോ ഇതൊന്ന് ഞാൻ തോളത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്നെ നോക്കിയിട്ട് തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചത്. എന്നിട്ട് ബാക്ക് ഷോട്ടിലാണ് മറ്റേ സാധനങ്ങളൊക്കെ ചെയ്തെടുത്ത് വെക്കുന്നത്. ഞാൻ വണ്ടിയായിരുന്നു. നമ്മളായില്ലല്ലോ ഇത് ഇങ്ങനത്തെ ലൊക്കേഷൻ ഇവിടെ. സത്യത്തിൽ നിങ്ങൾ മരിച്ചിട്ടുണ്ടോ? ചത്തതാണോ? അത് അവിടെ എന്താ സംഭവിച്ചേ? കണ്ടോ? ഷോട്ട് വേണം. നല്ല രസമുണ്ടല്ലേ? ഇത് പ്രേതാണ്. ആദ്യത്തിന് പ്രേതത്തിനെ കാണുന്നത്. ഷോട്ടുകളൊക്കെ ഇതിന് കിട്ടിയില്ല. ഓക്കെ ആയോ? ഹോർലിക്സ് ജാഗ അങ്ങനെ പോയപ്പോ ഞാൻ എല്ലാണ്ടായി എടുത്തില്ലേ. ഇപ്പൊ ഞാൻ വന്നില്ലേ. പ്രേതം എന്തൊക്കെയാ പറയണ്ടോ? ഒന്നും കേൾക്കാൻ പറ്റണില്ല. അതൊക്കെ വിളിച്ചോളേ. ഇപ്പൊ ഞാൻ അവിടെ ഒറ്റക്കാണ്. അറിയും. അപ്പൊ പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റക്കാ. ഹോർലിക്സ് എടുക്കാൻ വണ്ടി അറിയും. ആത്മാർത്ഥത. ഇവിടെ എവിടെ വെച്ചു ചൂണ്ടി കാണിച്ചാ മതി. എവിടെയും ചൂണ്ടിക്കോ. ഇങ്ങോട്ട് ചൂണ്ടിക്കോ. അവിടെ നിന്ന് പറഞ്ഞാൽ ചൂണ്ട. ശരി നോക്കാം. ഇവിടെ ചോദിച്ചാൽ പിന്നെ ഇവിടെ ആ ഇവിടെ ഇവിടെ എവിടെ പ്രേതത്തിന് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മാണെങ്കിൽ കണ്ടോളി. ജീവിച്ചിരിക്കുന്ന പ്രേതം. പോയിട്ട് സീനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കല്ലറ സീനുകൾ എടുക്കാൻ പോകണം. റീം കുഴങ്ങിയിട്ടും ഈ പൊരി വെയിലത്ത്
ഫോട്ടോ എടുക്കാൻ കാണിച്ച പോലെ മനസ്സ് പോയാലും ഫോട്ടോ മസ്റ്റ്. പ്രേതം എടുത്തു കൊടുക്കാനും വെയിലൂടെ മണ്ടൊക്കെ അടിച്ചോണ്ടിരിക്കുക നോക്കോലെ. നല്ല സ്നേഹ. അപ്പൊ ഇതാ അടക്കണ്ടേ? അടക്കി പോയിട്ട് ഗൈസ് എന്റെ കല്ലറയ്ക്കുള്ള മണ്ണ് കൊണ്ടാണ് പോണത്. പണിയെടുക്കുന്ന സമയം ഇത്ര ഡെഡിക്കേഷൻ വേറെ പണിക്ക് 2 എടുത്തിട്ടുണ്ടാവില്ല. എന്നെ കൊന്നു കുഴിച്ചു കൂടാനല്ലാണ്ട്. അവിടുന്ന് നമ്മള് സാധനം കാര്യങ്ങളൊക്കെ ഇറക്കിക്കണ. ഇനി അത് അയക്ക് സെറ്റ് ചെയ്യണം. ഇതുണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു നിൽക്കണില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ചെറുതായിട്ട് വീടിയിട്ട് കൊടുക്കാം. ഇതാണ് കറൻറ്റ്ലി ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു നല്ല ഇതിൻ്റെ ആ ഒരു ഫോം ഇതുപോലൊരു ഷേപ്പൊക്കെ കൊണ്ടുവരാൻ പൊട്ടിയിട്ട് കൊടുക്കണം. പൊട്ടി ഇതാണ് അങ്ങനെ സാധനത്തിൻ്റെ പുട്ടിയടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനിയിപ്പോൾ ഇതിക്ക് ഈ പേരും ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെ ഇനി ഇതിങ്ങനെ വരണം. പേരവിടെ വരും, ഇതിവിടെ വരും. ഇനി ഇതിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കണ്ടു അതതിൽ നെയിമും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യണം. ഇനി അടുത്ത പരിപാടി. ഓക്കെ, ഫൈനലി ഇങ്ങനെയാവും ലുക്ക് വരിക. അപ്പം ഞാൻ അത് സെറ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട് കറക്റ്റ് സെറ്റാക്കിയിട്ട് കാട്ടിത്തരാം. എങ്ങനെ സ്വന്തം കല്ലറ നന്നാക്കണ പ്രേതം. സാറാ ജോസഫിന് എന്താ സ്വന്തം കല്ലറ കണ്ടിട്ട് പറയാനുള്ളത്? നേരിട്ട് കാണാനൊരു അവസരം കിട്ടിയത്. അവളെ പേര് സാറാ ജോസഫ് ഒന്നല്ല കേട്ടോ, ക്യാരക്ടറിൻ്റെ പേരാ. അതൊന്നും വിഷയമില്ല. കണ്ടാ എല്ലാരും നോക്കില്ല. നല്ല വിലത്ത് പിടിച്ചോ, പൊന്തിച്ചോ. അങ്ങനെ മണ്ണിട്ടു, കല്ലറിയിൽ മണ്ണിട്ടു. ഇവിടെ മാത്രം മതിയോ? ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ചെറിയ കല്ലറ, ചെറിയ കുട്ടിയാ. ഞാനാ ചത്തേ. ഇച്ചില്ലാത്ത കേടൊന്നും അനക്ക് വേണ്ട പറഞ്ഞാ മതി. കാണൂലല്ലേ വരുമ്പോ പോയി കാര്യം പറഞ്ഞാ പോലെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഞാൻ വക്കീൽ വയ്യാറാ. ആ പൂ വേണു. അത് അങ്ങോട്ടൊന്നും പോണ പാമ്പുണ്ടാവും. എന്തേലും അതേ പറഞ്ഞ അതിൽ കൊടണ്ട് അടുത്തു. ഞാൻ വരുണ്ടായിരുന്നു, കുഴപ്പമില്ല. നിങ്ങൾ കൊള്ളാം. നടൻ മിസ്റ്റർ ശ്യാംജിത്ത് എഴുന്നള്ളുന്നു. അതെ, നമ്മള് ഓക വരും കേട്ടോ. ആർമിന്ന് റിസൈൻ. പിന്നെയും കോസ്റ്റ്യൂം മാറി സാധനം സെറ്റ് ചെയ്ത് സെറ്റ് ഇട്ടു. ബംഗാളി ആക്ടർ. ഞാൻ ക്ലൈമാക്സ് ഷൂട്ട്, ക്ലൈമാക്സ് സിനിമ ഷൂട്ട് ചെയ്യണ കാര്യ. ലാസ്റ്റത്തെ സീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഹീറോയിൻ സെറ്റ് അല്ലേ? ഇപ്പോഴേ പണ്ടേ സെറ്റ്. ഓൾറെഡി സെറ്റ്. അപ്പൊ അങ്ങനെ ഇന്ന് ഷൂട്ട് തുടങ്ങാം. ഞാൻ ഇപ്പൊ എവിടെയാ? ഞാനൊന്നും മോനെ പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ ഇപ്പൊ എവിടെയാ? അവിടെ. ഓക്കെ കുട്ടി മാറുന്ന എഫക്റ്റ് ഒറിജിനൽ നിലവിളി വരും. അപ്പൊ
അത് ഇവിടെ നല്ല എടുക്കണ്ടേ? അതിനല്ല അതിന്റെ സീനൊന്നുമില്ല. എല്ലാ എപ്പോഴും എനിക്ക് തോന്നുമ്പോ ഇങ്ങനെ എടുത്തോ. അതിനെ ഓർഡർ ഒരു യാത്ര ഒന്നില് ഓക്കെ ആയോ? ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ കറക്റ്റ് ഒക്കെ വീഴും. എന്താ ഗ്ലിസറിനൊക്കെ ഉണ്ട് ഇനി ഏകദേശം കാണണം. പൂവൊന്നും കാണൂല. എനിക്ക് മനസ്സിലായി. Guys, ഈ ഒരു ഗ്ലിസറിൻ ഏക്കണില്ല. വേറെ എന്തെങ്കിലും തേക്കണ്ടേ? മുളകും പൊടി ടൈഗർ ബാമോ ഇതിന് ഞങ്ങളോട് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരിക. 20 മിനിറ്റ് ഒക്കെ ആയില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വരുമോ? രണ്ടെണ്ണം തേച്ചതൊക്കെ കാർ പോകുമ്പോണ്ടാവും. തളർന്നപ്പോ റെസ്റ്റ് എടുക്കുക. അപ്പൊ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പൊരിഞ്ഞ വെയിലാണ്, നടക്കൂല. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. ഓണത്തിനാണ് ഇടാൻ കരുതിക്കണത്. ഏതായാലും വീഡിയോ വന്നിട്ട് അതിന് ശേഷം ഈ വ്ളോഗ് വരിക. അപ്പോൾ ആക്കണ ഹീറോയിന് എത്തി പളി നോക്കാം ഒക്കെ ചത്തിക്കണം. അപ്പോൾ കാണാം.